എൻ്റെ പേര് നിമ്മി. ഞങ്ങൾ കുറിച്ചി ഇടവകയെന്നാണ് വരുന്നത്. എൻ്റെ കൊച്ചിന് 1.5 വയസ്സായി. 7-ാം മാസം മുതൽ കൊച്ച് ഛർദിലായിരുന്നു. കയറി ഇറങ്ങാത്ത ആശുപത്രികളില്ല, മുടക്കാത്ത പൈസയില്ല. ഇവിടെ ഞങ്ങൾ ശനിയാഴ്ച വന്ന് സിസ്റ്ററെ കണ്ട്, സിസ്റ്റർ എൻ്റെ മുന്നിൽ വെച്ച് കൊച്ച് ഛർദിലായിരുന്നു. വേറെ ഒന്നും പോകാനില്ല, കഴിച്ച ആഹാരവുമല്ല, വെറും തുപ്പലും പതയും മാത്രമായിരുന്നു ഛർദ്ദിച്ചുകൊണ്ടിരുന്നത്. ഈ 7-ാം മാസം മുതൽ കൊച്ച് രാത്രിയിലായിരുന്നു ഛർദിൽ. ഒരു 2:30-3 മണിയാകുമ്പം എഴുന്നേറ്റിരുന്ന കൊച്ച് ഛർദിലാണ്. പിന്നെ അവൾ ആഹാരമൊന്നും കഴിക്കത്തില്ല. ആഹാരം കഴിക്കാതെ തളർന്ന് പിന്നെ മയങ്ങും, ഛർദിക്കും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഈ 1.5 വയസ്സ് പ്രായമായി കുഞ്ഞ് ഇപ്പം ആഹാരം ശരിക്കും കഴിക്കുന്നില്ല. എന്നാലും നേരത്തെ ഒത്തിരി മാറ്റമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് സിസ്റ്റർ ആനാവെള്ളം കൊടുക്കുകയും എണ്ണ തൊട്ട് അവളുടെ വായിൽ നാക്കെ തൊട്ട് കൊടുക്കുകയും ചെയ്തു. സിസ്റ്റർ പറഞ്ഞു, 1-2 പ്രാവശ്യം കൂടി കുഞ്ഞ് ഛർദിക്കും, പേടിക്കേണ്ട, നിങ്ങൾ എന്ത് തടസ്സം ഉണ്ടായാലും കുഞ്ഞുമായിട്ട് വന്ന് ധ്യാനത്തിന് പങ്കെടുക്കണം. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കുഞ്ഞ് 1 പ്രാവശ്യം കൂടി ഓക്കാനിച്ച്, പക്ഷെ ഛർദിച്ചില്ല. ഒരു തുള്ളി പോലും അവളുടെ വായിൽ നിന്ന് തുപ്പലാട്ടോ പതയാട്ടോ ഒന്നും വന്നില്ല. ദൈവം ഒരുപാട് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇവിടെ വന്നതിന് ഛർദിച്ചില്ല. അന്ന് മുതൽ ആ വെച്ചിരിച്ചേണ്ടത് വെച്ച് പ്രാർത്ഥിച്ചു. ധ്യാനം കൂടി ഇനി ഛർദിക്കുകയല്ല. കർത്താവ് രോഗപീഠ എന്നേക്കുമായി എടുത്ത് മാറ്റി. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോസ്മോൾ. ഞാൻ ചങ്ങനാശ്ശേരി വെരൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇന്നെന്ന് പറയാൻ പറ്റില്ല, ഇന്നലെ രാത്രി 12:30 അച്ഛൻ പ്രവചിച്ച ഒരു കാര്യം സാധിച്ചു കിട്ടി. വളരെ രസകരമാണ് പറയാൻ. കാര്യം ഞാൻ UGC നെറ്റ്, നിങ്ങൾക്ക് അറിയായിരിക്കും, ലെക്ചർഷിപ്പ് എലിജിബിലിറ്റി എക്സാമാണ്. UGC നെറ്റ് എക്സാം ജൂൺ 2013 എക്സാം എഴുതിയായിരുന്നു. പക്ഷേ അത് അത്ര ഒരുക്കത്തോടെ ഒന്നും അല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഈ എക്സാമിൻ്റെ 1 മാസം മുന്നേ എൻ്റെ പപ്പായ്ക്ക് അച്ഛനെ കാണാനിടയായി. അപ്പം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോൾക്ക് എക്സാമാണ്. അപ്പോൾ അച്ഛൻ ഒന്നും കേട്ടില്ല. അച്ഛൻ പറഞ്ഞു, ജയിച്ചു, UGC നെറ്റ് ജയിച്ചു. ഇങ്ങനെ അച്ഛൻ ഉടനെ പറയുന്നത്, ജയിച്ചു. അങ്ങനെ ഞാൻ ഓർത്തു, ജയിക്കുമല്ലോ, പിന്നെ എന്തിനാ പഠിക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് സാത്താൻ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, പഠിക്കാതിരുന്ന് മണ്ടൻ കളിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ കൃത്യം പറയുകയാണെങ്കിൽ 1 മാസത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ ഒരു 20% UGC നെറ്റ് 15 വിഷയമാണ് പഠിക്കാനുള്ളത്. അത് +2 മുതൽ PG വരെ കോമേഴ്സ് സബ്ജക്ട്സ് എല്ലാം പഠിക്കണം. അതിൽ എൻ്റെ കഴിവിൻ്റെ ഒരു 20% മാത്രം ഞാൻ പഠിച്ചു. അതായത് തിയററ്റിക്കൽ സൈഡ് മാത്രം പഠിച്ചു. ആപ്ലിക്കേഷൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ജൂൺ 29-ാം തീയതി രാത്രി ഞാൻ അച്ഛനെ വിളിക്കാൻ ഇടയായി. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ ഉറപ്പായിട്ടും ജയിക്കും, നീ ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി. അങ്ങനെ എക്സാം എഴുതി. 30-ാം തീയതി എക്സാം എഴുതി. ഒരു രക്ഷയില്ല. 3 പേപ്പറാണുള്ളത്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. പേപ്പർ 1 എനിക്കറിയാം ഞാൻ പാസ്സാവും. പക്ഷെ പേപ്പർ 2, 3 സബ്ജക്ട് പേപ്പർ എനിക്ക് ഒട്ടും എളുപ്പമല്ലായിരുന്നു. നല്ല പാടായിരുന്നു. ഭയങ്കര വിഷമിച്ചറിഞ്ഞു. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ജയിക്കുമോ. അങ്ങനെ ഇത്രയും മാസം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ഇന്നലെ രാത്രി 12:30 റിസൾട്ട് വന്നു. UGC നെറ്റ് ലെക്ചർഷിപ്പ് കിട്ടിയെന്ന്. അത് എനിക്ക് വലിയൊരു ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. അച്ഛൻ പ്രവചിച്ച്. അത് മാത്രമല്ല, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഞാൻ ഇവിടെ വന്ന് സാംസൺ അച്ഛൻ്റെ ധ്യാനം കൂടിയിരുന്നു. അത് എനിക്കൊരു നിയോഗം വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ M.Com പഠിച്ച വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ എനിക്കറിയില്ല ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യണം. ഞാൻ പഠിപ്പിക്കാൻ പോകണോ, ബാങ്കിങ് സെക്ടറിൽ പോകണോ, അതോ കോർപ്പറേറ്റ് സെക്ടറിൽ പോകണോ. എനിക്ക് താല്പര്യം കോർപ്പറേറ്റ് സെക്ടർ. പക്ഷേ പേരൻസിന് കോർപ്പറേറ്റ് സെക്ടർ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നിയോഗം വെച്ച് ഞാൻ വന്നു. ഞാൻ കുറേ കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷേ ഞാൻ പറയട്ടെ, 2 മാസം കഴിഞ്ഞിട്ട് എന്നെ ST കോളേജ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചങ്ങനാശ്ശേരിയിലെ നല്ലൊരു കോളേജാണ്, അവിടുന്ന് ലെക്ചറായിട്ട് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഈ ധ്യാനത്തിലൂടെ എനിക്ക് ടീച്ചിങ് കരിയർ ചൂസ് ചെയ്യാനായിട്ടും സാധിച്ചു. അതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. നല്ല വിജയം നൽകി അനുഗ്രഹിച്ചു. ഹാലലുയ്യ. രാത്രി എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. UGC സ്ഥലം മൂവാറ്റുപുഴയാണ്. എനിക്ക് ജോയിൻ്റ് ആർത്രൈറ്റിസ് എന്നൊരു അസുഖമുണ്ട്. 5-6 വർഷത്തിനടുത്തായി തുടങ്ങിയിട്ട്. പിന്നെ ഡിസ്ക് ആകുന്നിട്ട് 2 ഡിസ്ക് ആകുന്നിട്ട് എൻ്റെ കാലിൽ വെയിറ്റ് കിട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 14ാമത്തെ ധ്യാനമാണിത്.
ഞാൻ എവിടെ ധ്യാനത്തിന് പോയാലും എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ലായിരുന്നു. അതായത് എവിടെ ധ്യാനത്തിന് ചെയ്താൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് ചൂടുവെള്ളം കിട്ടുമോ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചൂടുവെള്ളം ആദ്യത്തെ ദിവസം നോക്കിയിട്ട് ചൂടുവെള്ളം പൈപ്പ് തുറന്ന് ചൂടുവെള്ളം വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എന്ത് ചെയ്യുമെന്നുള്ളൊരു ചെറിയൊരു ഉത്കണ്ഠയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പച്ചവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ 2 ദിവസം അടുപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ദേഹം നീര് വെക്കും, പിന്നെ പനിയാവും, എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഈ ജോയിൻ്റെ വേദനയില്ലാത്തൊരു സ്ഥലം പോലും എൻ്റെ ശരീരത്തില്ല. ഈ ജോയിൻസ് ഇവിടെ കഴുത്തിന്, നടുവിന്, ഇതിന്, മുട്ടിന്, കാൽഭാഗത്തിന് ഒക്കെ വേദന. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് വേദന തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന അവസ്ഥ അതിന് ഒത്തിരി ഭീകരമായ ഒരു അവസ്ഥയാണ്. നടക്കാൻ പറ്റില്ല, അടുത്തിരിക്കാൻ പറ്റില്ല, കുടിയാൻ പറ്റില്ല, വല്ലാത്തൊരവസ്ഥ. ഇത്രയും ദിവസം പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഈ അതിനെ സഹിക്കാൻ വല്ലാത്ത ഒരു വേദനയുടെ അനുഭവത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഒരു എന്താ പറയുക, ഒത്തിരി കർത്താവിനെ ഒത്തിരി പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഈ 4 ദിവസം ഞാൻ കടന്നു പോയത്. പിന്നെ എനിക്ക് 10 വർഷത്തോളമായിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. ഈ ഫാനിൻ്റെ കാരണം പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജിയാണ്. മെഡിസിൻ എടുത്താൽ തന്നെ ഈ ഫാൻ അടിച്ച് കാറ്റടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു 10 ദിവസത്തേക്ക് എഴുതാക്കാൻ പറ്റില്ല. അതുപോലെ തലവേദനയും ജലദോഷമൊക്കെ മരുന്ന് കഴിച്ചാലും ഇത് നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ കിടപ്പായി കുറച്ച് ദിവസം, ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ഇത്രയും ദിവസം വന്നിട്ട് ഇവിടെ ഈ ഫാൻ്റെ കാറ്റടിച്ചിട്ടും അങ്ങനെ ഒരു അത്രയ്ക്കൊരു മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചാലും എനിക്ക് അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ തക്കവണ്ണം ഒരു തടസ്സത്തിലേക്ക് ആ ഒരു രോഗാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നെ പ്രത്യേകമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. യേശുവേ നന്ദി. യേശു എൻ്റെ പേര് വ്യക്തി, ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് വരുന്നത്. 3-3.5 വർഷമായി എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ മൈഗ്രെയിൻ ആണെന്ന് അടുത്തവരെയാണ് അറിയുന്നത്. എനിക്ക് എപ്പം എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഏത് സൈഡിൽ തലവേദന വരുന്നില്ല, ആ സൈഡിലൊന്നും കാണത്തില്ല, വിഷൻ ഒട്ടും ഇല്ലെന്നാണ്, മൊത്തം ഇരുട്ടായിട്ട് തീരും. അപ്പം ഞാൻ ഒരു ദിവസം രാവിലെ എനിക്ക് കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് പാല് തിളക്കുന്ന സ്റ്റവിൽ വെച്ചു. ഒരു കപ്പിൻ്റെ അത് കുറച്ച് പഞ്ചസാര ഇട്ട് ഓർമ്മയുണ്ട്, പക്ഷെ ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ച് കറണ്ട് പോയതാണ്. അപ്പം ഞാൻ ഹോളിൽ പോയി നോക്കിയപ്പം അവിടെ കറണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിൽ നിന്ന് കുറച്ച് കാഴ്ചയുണ്ട്. അപ്പം ഞാൻ ടി വി ഓണാക്കി നോക്കി, ഇനി എൻ്റെ പ്രശ്നമാണോ അതോ ഇലക്ട്രിസിറ്റി പ്രശ്നമാണോ എന്നൊക്കെ നോക്കിയപ്പം ടി വിയിൽ ഓളി കൊണ്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നം. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഭയങ്കര തലവേദന, പറഞ്ഞ് പോയി കിടന്ന് പറഞ്ഞു കുറച്ചുകൂടി. നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ, വിടാനില്ല, അത് ഞാൻ വിട്ടോളാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് കുട്ടികളെ സ്കൂളിലാക്കി തിരിച്ചു വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി 7 മണിയായപ്പോൾ. ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങളൊരു ഇഞ്ചക്ഷൻ തരാം, അതുകൊണ്ട് കുറച്ച് ഉറങ്ങി കഴിയുമ്പോൾ കുറയും. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്തു. 1500 രൂപയുടെ ആകുമായിരുന്നു ഇഞ്ചക്ഷന്. അതെടുത്തു തിരിച്ച് വീട്ടിൽ വന്നു. 10 ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു. ഫിസിഷ്യനെ കാണാൻ ചെന്നപ്പം പറഞ്ഞു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണണം, കണ്ണിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യണം. പ്രഷർ ടെസ്റ്റ് ചെയ്തപ്പം അപ്പോൾ സമയം കുറേ ആയപ്പോൾ അവർ പറഞ്ഞു കണ്ണിൻ്റെ പ്രഷർ നിങ്ങളുടെ ബോഡി പ്രഷറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം പ്രഷർ ഓൾമോസ്റ്റ് നോർമലാണ്, പക്ഷേ ഫിസിഷ്യനെ കാണട്ടെ എന്ന് പറഞ്ഞു. ഫിസിഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പോയി ഒരു CT സ്കാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പേടിച്ചു പോയി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട് CT സ്കാൻ എടുക്കണം നിർബന്ധമാണ്. പറഞ്ഞു എന്തായാലും പോയി എടുക്കാമെന്ന് പറഞ്ഞു. ആ ടേബിളിൽ കയറ്റി കിടത്തിയപ്പോഴും ഞാൻ പറയുന്നില്ല, എൻ്റെ തലയ്ക്ക് ഒരു കുഴപ്പവും വരാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ക്യാൻസർ വന്ന് കീമോൻ്റെ എടുത്ത് എല്ലാ സ്റ്റേജിലും ഞാൻ കണ്ടതാണ്. എൻ്റെ മനസ്സിൽ എൻ്റെ തലയ്ക്ക് അത് ക്യാൻസർ ആണെന്ന് തന്നെയാണ്. CT എടുത്ത് തിരിച്ചു പോകുന്നു. അപ്പം പറഞ്ഞു വൈകിട്ട് റിസൾട്ട് തരുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ച് അന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്നിരിക്കുകയാണ്. വൈകുന്നേരം ഹസ്ബൻഡിനോട് ചോദിച്ചു റിസൾട്ട് വാങ്ങിയിട്ട് വരുമെന്ന്. ഞാൻ പറഞ്ഞു റിസൾട്ട് നാളെ വാങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. വീണ്ടും മരുന്ന് കഴിച്ചു. അപ്പോഴും പറഞ്ഞു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടോളാം. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ മാതിരി പ്രശ്നം. ഇപ്പം എനിക്ക് ഈ സൈഡാണ്, ഒന്നും കാണത്തില്ല. അതിന് വീണ്ടും പോയി ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ അവർ കുറേ ഫ്രീ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു 7,000-8,000 രൂപയുടെ ടെസ്റ്റ് നടത്തി. വീട്ടിൽ വന്നു. എന്തായാലും ഇന്ന് പോകുന്ന സമയത്ത് ഞാൻ തലവേദനയുടെ ഒരു ഗുളിക മാത്രം എടുത്തു, ബാക്കി ഗുളിക എടുക്കാൻ മറന്നുപോയതാണ് ശരിക്കും. ഇവിടെ വന്ന് ഞാൻ കോട്ടയത്ത് ബസ് ഇറങ്ങിയിട്ട് ഞാൻ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പോഴും ഇത് തന്നെ എൻ്റെ ഈ സൈഡിൽ നിന്ന് ഇരുട്ടിങ്ങനെ കയറി വരുന്ന എനിക്കറിയാം. ഞാൻ കരുണാപ്പന്തി ചെല്ലിക്കൊണ്ട് ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് പതിയെ മയങ്ങി വന്നിട്ട് എനിക്കറിയില്ല ചെത്തിക്കോഴി എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ വെച്ചപ്പോൾ ചേച്ചി പേടിക്കേണ്ട ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ സ്റ്റാൻഡിൽ ഇറങ്ങി. ഇവിടെ വന്ന് ഞാൻ ആദ്യം 2 ഗുളിക എടുത്ത് കഴിച്ചു കഴിഞ്ഞ് കോളി വന്നിരുന്നപ്പം എൻ്റെ മനസ്സ് പറയുന്നത് ഇവിടെ വന്നെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റേജിൽ
വീട്ടാണെങ്കിൽ ഞാൻ അവിടെ വീഴും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനവിടെ ഇവിടെ വന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓഫ് ആക്കിയെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. ആരോടെ പറയുന്ന ആരെയും അറിയില്ല. ഞാനൊന്നും അനങ്ങാതിരുന്നു. അവസാനം ഞാൻ പോയി കിടന്ന് ഉറങ്ങി. ഒരു തരത്തിൽ ഉറങ്ങി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ പോയി കിടന്ന് ഉറങ്ങി ദിവസം രാവിലെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ വെഞ്ചരിച്ച് എണ്ണ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് 2 രാജാക്കന്മാർ 20 ആഴ്ച വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചോ വിടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ആ വചനം കാണുന്നത്. ഞാൻ ആ വചനം വായിച്ച് ഞാൻ വീണ്ടും വായിച്ച് നോക്കും. വചനം ബുക്കിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചി വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ധ്യാനത്തിന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ടു, നീ പോയി അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മൈഗ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, സുഖം ഭേദമായെന്ന് പറഞ്ഞതാണല്ലോ. അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു ഈ ചേച്ചിക്ക് ഒരിക്കലും ആ അസുഖം വരില്ല, ദൈവമായിട്ട് വിട്ടു പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ എനിക്ക് ഇതേവരെ യാതൊരു പ്രശ്നമില്ല. എനിക്ക് 2ാമത്തെ ദിവസം എൻ്റെ തലവേദന പോയതാണ്. പക്ഷെ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു പോയോ ഇനി വരുമോ എന്ന് വെച്ചാൽ ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ നടുവിലേക്ക് ചെല്ലുമ്പോഴാണ് കാഴ്ച നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം തന്നെ